കഥ അവസാനിച്ചതാ. ഞാനതൊന്നും വെറുതെ ഓർക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. ഏട്ടൻ എങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയാലും എന്നെ കൊന്നാലും ശരി, എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാനൊരിക്കലും എന്റെ ഏട്ടത്തിയെ അവിശ്വസിക്കില്ല. ഏട്ടത്തിയുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതെന്റെ വിശ്വാസം മാത്രമല്ല, അതായിരിക്കും, അത് തന്നെയാ സത്യം. ഏട്ടത്തി എന്നെ കണ്ടത് ഒരു അനിയനായിട്ട് മാത്രമല്ല, ഒരു മകനായിട്ടാ. ഇത്രയും നിഷ്കളങ്കയായ ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏട്ടൻ കേട്ടതെല്ലാം ശരിയാകണമെന്നില്ല. എല്ലാം ഏട്ടന്റെ തെറ്റിദ്ധാരണകളാണെങ്കിലോ. പല ആവർത്തി ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഞാനിപ്പോ തുറന്നു പറയുക. പത്മേടത്തേക്ക് ആരെയും ചതിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഏട്ടത്തി ചേട്ടനെ ചതിക്കോ? ഇല്ല ഏട്ടൻ. ഏട്ടൻ ഒരിക്കലും അവിശ്വസിക്കരുത്. ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിക്കാൻ തയ്യാറായത് അയോധ്യയിലെ രാജാവായിരുന്നത് കൊണ്ടാണ്. പ്രജാക്ഷേമം സംരക്ഷിച്ചേ പറ്റൂ. ഞാൻ ലക്ഷ്മണനുമല്ല, ഏട്ടൻ ഭഗവാൻ ശ്രീരാമനുമല്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പച്ച മനുഷ്യനാ. എല്ലാം ഉപേക്ഷിച്ച് ഏട്ടന്റെ കൂടെ ഇറങ്ങി വന്നവളാ പത്നിടത്തി. കഴിഞ്ഞ 10-20 കൊല്ലമായി അവര് കരഞ്ഞു ജീവിക്കുക. ആ കണ്ണീര് കാണാതെ പോവരുതേട്ടാ. പക്ഷേ രാധമ്മ സാധാരണ ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് പോലെ അല്ല ഇത്. ഇതിനും വേറിട്ടൊരു ടേസ്റ്റ്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. അമ്മ ഇത് ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് ഉണ്ടാക്കിയ സ്വീറ്റ്സാ. ആ, മാഡത്തിനോട് പോലും അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറയരുതെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആ, എന്തായാലും രാധമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഇന്നത്തതില് ഇച്ചിരി മധുരം കൂടെ ആകാമായിരുന്നു. ഞാനിവിടെ എന്ത് പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാവർക്കും കൂടെ ഉള്ളതാ. ഒന്നും അങ്ങനെ മാറ്റി വെക്കാറില്ല. അത് വിട്. ജയന്റെ അമ്മ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ഏയ് അല്ല വേണുങ്കൾ, വല്യമ്മ സ്വപ്നം കണ്ടതൊന്നുമല്ല. രാധമ്മ ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഞങ്ങൾ 3 പേരും കഴിച്ചു നോക്കി. ഞാനും ഐഷുക്കുട്ടി പിന്നെ വല്യമ്മ. അല്ലേ ഐഷുക്കുട്ടി? അതെയല്ലോ. പ്രതാപേട്ടൻ ഞാൻ പറയുന്നെല്ലാം കേൾക്കണം. കേട്ടേ പറ്റൂ. എനിക്കൊന്നും കേൾക്കണ്ട. പ്രതാപേട്ടൻ ഇനിയെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയണം. പ്രതാപേട്ടനെ ചതിക്കുന്നത് പ്രതാപേട്ടന്റെ സഹോദരി തന്നെയാ. ഇത്രയും നാളും അംബികയുടെ കെണിയിലായിരുന്നു. അവരും മകനും ഒരുക്കിയ വലയത്തിലായിരുന്നു ഞാൻ ഇത്രയും കാലവും. എല്ലാ സത്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ പ്രതാപേട്ടന്റെ അടുത്തേക്ക് വന്നതാ. പക്ഷെ ആര് കേൾക്കാൻ?
ഇവരൊറ്റ ഒരുത്തിയാ ഇതിനെല്ലാത്തിനും കാരണം. ഇവരും മകനും കൂടിയാ എന്റെ ജീവിതം തകർത്തത്. പ്രതാപേട്ടൻ ഇനിയെങ്കിലും ഈ സത്യങ്ങൾ വിശ്വസിക്കണം. ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല പ്രതാപേട്ട. എന്റെ മക്കൾക്കറിയാം ഈ സത്യങ്ങളൊക്കെ. അയ്യോ, ഞാനല്ല. അവള് പറയുന്നൊന്നും വിശ്വസിക്കില്ലേ പ്രതാപ? മിണ്ടി പോകരുത്. ഇനി ഒരക്ഷരം നിങ്ങൾ മിണ്ടിയ കൂടപ്പുറപ്പാടെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നോളെ. ഇറങ്ങി പൊയ്ക്കോടുന്നു. എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുത്. ഇറങ്ങാൻ. പ്രതാപ